എന്ത് ആധികാരികതയോടെയാണ് അല്ലെ ഒരു സിസ്റ്റർ, അതായത് ഒരു സ്കൂളിന്റെ പരമോന്നത അധികാരമുള്ള ഒരു സിസ്റ്റർ മൈക്ക് കെട്ടി വിളിച്ചു പറയാണ് 2018 സ്കൂൾ മാനേജ്മെന്റിന് എന്ത് യൂണിഫോം കീപ്പ് ചെയ്യാം എന്നുള്ളതിന്റെ തീരുമാനമുണ്ട്. അതിന്റെ ബേസിലാണ് ഞങ്ങൾ ഈ കുട്ടിയോട് സ്കാർഫ് ഇടണ്ട എന്ന് പറയുന്നത്. അത് പറയുന്ന സമയത്ത് സിസ്റ്ററിന്റെ കണ്ണാടിയിലോട്ടൊക്കെ നോക്കണം. സിസ്റ്റർ ഉപയോഗിക്കുന്ന സ്കാർഫ് ബാക്കിലോട്ടൊക്കെയാണെങ്കിൽ മുസ്ലിം കുട്ടി ഇടുന്ന സ്കാർഫ് മുന്നിലോട്ടൊക്കെ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഈ യൂണിഫോം, അതായത് ക്രിസ്ത്യാനികളുടെ ദൈവത്തിന്റെ മണവാട്ടികൾ എന്ന് പറയുന്ന നിങ്ങൾ നടത്തേണ്ട സ്ഥാപനത്തിന്റെ ഈ യൂണിഫോം നിങ്ങൾ പ്രൊജക്ട് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എല്ലാ മതങ്ങൾക്കും അവരുടേതായിട്ടുള്ള വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതായിരുന്നു എന്നായിരുന്നു ഇത്രയും കാലം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങളും ആർക്കൊക്കെ പരസ്പരം വിഭജിക്കണം എന്നുള്ള ഒരു അജണ്ടയുടെ കൂടെ ചേർന്ന് നിന്നിട്ട് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും മൂന്നാക്കി വിഭജിക്കാനുള്ള ശ്രമമാണ്. എന്ത് മെസ്സേജാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത്? മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാണ്ട് മതത്തിന്റെ പേരിൽ കാണാനാണോ? ഷെയിം ഓൺ യു സിസ്റ്റർ. എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് പഠിപ്പിക്കേണ്ടത്. ഇന്ത്യയുടെ ഏറ്റവും അടിസ്ഥാന മൂല്യമായ നാനാത്വത്തിൽ ഏകത്വമാണ്. നമ്മൾ എപ്പോഴും എല്ലായിടത്തും പൊതു ഇടങ്ങളിലൊക്കെ ഇന്ത്യക്കാർ എന്ന് പറയുന്നവർക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കിട്ടുന്നത് നമ്മൾ ഫോളോ ചെയ്യുന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിന്റെ പേരിലാണ്. നിങ്ങൾ എത്ര മതക്കാരുണ്ടെങ്കിലും എന്ത് ഭംഗിയിലാണ് ചേർന്ന് നിന്ന് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. ദയവ് ചെയ്ത് ഒന്ന് റീതിങ്ക് ചെയ്യണം. നിങ്ങൾ നടത്തുന്നത് വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്നുള്ളത്.